വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ലോയലാണോ ഒരാളൊരു റിലേഷൻഷിപ്പിൽ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് വാട്ട് വുഡ് യു സേ? യു ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അല്ലാതെ എന്താ പറയുക, മിയർലി എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല. ഒരു മ്യൂച്വൽ പ്രോസസ്സാണല്ലോ. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ അതായത് ഒന്ന് കുളിക്കാൻ പോകാൻ പോലും സമ്മതിക്കാതെ അമ്മയെ കഷ്ടപ്പെടുത്തി. അമ്മ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കുളിച്ച് വരുന്നവരെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുമായിരുന്നു എന്നുള്ള ലൈക്ക് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളൊരു പോയിന്റിലെത്തിയപ്പം നമുക്ക് വെറുതെ ഒന്ന് ഡേറ്റ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഡേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ വേണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ തന്നെ വീട്ടിലൊന്ന് പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. കല്യാണത്തിനൊക്കെ മുന്നേ കുറച്ച് ഈ പറയുന്ന രാത്രി ഹോസ്റ്റലിലൊക്കെ പോകുന്ന സമയത്ത് എത്തിയോ. അതിനുശേഷം എന്നെ അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാനും അങ്ങനെ ചെയ്യാറേ ഇല്ല. പുള്ളിക്കാരിയുടെ സ്പേസിൽ ഞാനൊന്നും ചോദിക്കാറില്ല. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അനിയനുണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കാൻ കൊണ്ടുപോവാണ്. അത് തുറന്നിട്ട് കാണിച്ചപ്പം എനിക്ക് വർക്കായില്ല, കണ്ടിട്ടത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഈ ഉണ്ടായ ഉടനെയുള്ള കുട്ടികളെ കാണാൻ ഭംഗിയില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴേക്ക് തന്നെ ഇവൻ ഭയങ്കര പോപ്പുലർ ഫിഗർ ആയി. പിന്നെ ഞാൻ കാണുന്നത് ഒരു താരമായിട്ടുള്ള കുട്ടി താരത്തെയാണ്. എനിക്ക് കുറച്ച് OCD ഉണ്ട്. ഹർ വാർഡ്രോബ് ഇസ് സെപ്പറേറ്റ് ആൻഡ് മൈ വാർഡ്രോബ് ഇസ് സെപ്പറേറ്റ്. അപ്പം പണ്ട് ഇവള് എൻ്റെ കുറച്ച് തുണികളൊക്കെ ഇവളുടെ തുണിയുടെ കൂട്ടത്തിൽ അലക്കി കളറിളകി എൻ്റെ അടിപൊളി സാധനങ്ങളൊക്കെ നശിപ്പിച്ച് മനുഷ്യൻ പറഞ്ഞു, നീ അലക്കണ്ട, എൻ്റെ തുണി ഞാൻ അലക്കിക്കോളാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഈ ഒരു റെസ്ട്രിക്ഷൻ പരിപാടികൾ. നിലങ്ക എന്നുള്ളത് മനസ്സിൽ വന്നൊരു പേരാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിലങ്ക ദീപ്തി വേണോ നിലങ്ക നീരജ് വേണോ എന്ന് വെച്ചപ്പം ദീപ്തി പറഞ്ഞു, അച്ഛൻ്റെ പേര് വേണം, മിഡിൽ നെയിം ഇടാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അത് പുള്ളിക്കാരുടെ ചോയ്സ് ആയിരുന്നു. 28-നൊക്കെയാണ് കാത് കുത്തുന്നത്. ആൻഡ് ഐ ഓൾവേസ് ഫീൽ ഇപ്പോൾ ഇവൾക്ക് ഈ കാത് കുത്താൻ ഇഷ്ടമുണ്ടോന്ന് പോലും നമുക്കറിയില്ല. ഞാൻ അങ്ങനെ ദീപ്തി ചോദിച്ചു, നമുക്ക് അവള് ചോദിക്കട്ടെ, ഷീ വാണ്ട്സ് ഇറ്റ്, ലെറ്റ് ഹർ ആസ്ക്. അപ്പോൾ അവള് പറഞ്ഞു ശരി. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തോ ഷൂട്ടിന് പോയപ്പോൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. നിങ്കുൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും കമ്മലുണ്ട്, നിങ്കുന് മാത്രം കമ്മലില്ല എന്ന് പറഞ്ഞൊരു. ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് ഹാപ്പൻ, യു ക്രിയേറ്റ് ദം. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് സബ്ജക്റ്റ്. ലവ് കൺസ്ട്രക്റ്റ് ചെയ്ത് സിമൻറ്റും കട്ടയും ഒക്കെ ഇട്ട് ഒരു ഗോപുരം തന്നെ കെട്ടിയ ഒരാളാണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ കൂടെ എത്തിയിരിക്കുന്നത്. നീരജ് മാധവ്, വെൽക്കം. ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ആദ്യം തന്നെ. നമ്മൾ പോകുന്ന യാത്ര ഈ പോഡ്കാസ്റ്റിൽ. ഇപ്പോൾ വീട്ടിൽ നവനീത്തും നീരജുമാണ്. അപ്പം 2 ആൺകുട്ടികളുള്ള വീടാണ്. പക്ഷേ ആ വീട്ടിൽ ഏറ്റവും ലക്കി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ലത ടീച്ചറാണെന്ന് പറയും. കാരണം ആൻ്റണി പെപ്പെ വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമാരോട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആൺകുട്ടികൾക്ക് കൂടുതൽ അടുപ്പം അമ്മമാരോടാണ്, പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 2 ആൺമക്കളും അച്ഛനും ചേർന്ന് സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുകയാണോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാമല്ലോ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ ഇച്ചിരി വാശി കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ അതായത് ഒന്ന് കുളിക്കാൻ പോകാൻ പോലും സമ്മതിക്കാതെ അമ്മയെ കഷ്ടപ്പെടുത്തി. അമ്മ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കുളിച്ച് വരുന്നവരെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയുമായിരുന്നു എന്നുള്ള ലൈക്ക് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ കേട്ടോ. അപ്പോൾ ഒരു 3-3.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അങ്ങനെ ആ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിക്കൽ കുറഞ്ഞു. ബട്ട് ഐ വാസ് നോട്ട് എൻ ഈസി കിഡ്. പക്ഷെ അനിയൻ ഭയങ്കര കുട്ടി എന്നുള്ള ഭയങ്കര പഞ്ചപാവമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ തമ്മിലൊരു 5-6 ഇയേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഹി വാസ് എൻ ഈസി കിഡ്. വലുതായി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഒരു പോയിന്റിൽ ആസ് എ മെയിൽ അച്ഛനൊരു റോൾ മോഡലാവുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആസ്പയർ ചെയ്യുന്നത് അച്ഛനെ പോലെ ആവാനാണ്. അതായത് അച്ഛനെ പോലെ താടി വരണം. പ്രൊഫഷനൊന്നും നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. പക്ഷെ അച്ഛൻ്റെ ക്വാളിറ്റീസ്, ബിക്കോസ് യു ആർ എ ബോയ് ആൻഡ് ദെൻ യു ലുക്ക് അപ്പ് ടു ഹിം ആസ് എൻ ഐഡിയൽ ഫിഗർ. അപ്പോൾ അങ്ങനെ 2 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിക് ഇൻക്ലിനേഷൻ, ഈ പറയുന്ന ഡാൻസ് അങ്ങനത്തെ പരിപാടിയിലേക്കൊക്കെ എൻ്റെ അമ്മ ക്ലാസിക്കൽ ഡാൻസറും കൂടെയാണ്. സ്കൂൾ ടീച്ചറാണ്. ഷീ ടീച്ചേഴ്സ് കെമിസ്ട്രി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ബട്ട്
ഡാൻസും അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണ്. ബട്ട് അച്ഛനും ഉണ്ട്. അച്ഛൻ ആസ് എ റൈറ്റർ. ഇപ്പം റിട്ടയർ ചെയ്തതിനു ശേഷം അച്ഛൻ 4 പുസ്തകം പബ്ലിഷ് ചെയ്തു. സോ ഈസ് ബീൻ എ റൈറ്റർ, ബട്ട് വെറ്റിനറി ഡോക്ടർ ആയിരുന്നു. അപ്പം റിട്ടയർ ചെയ്തതിന് ശേഷം അച്ഛന് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് എഴുത്തിലോട്ട് കയറി. അപ്പം ഒരുപാട് പുസ്തകങ്ങൾ അത്യാവശ്യം റിനൗണ്ട് ആയിട്ടുള്ള റൈറ്റേഴ്സൊക്കെയാണ് പബ്ലിഷ് ചെയ്യാനൊക്കെ വന്നിരുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു എഴുത്തിൻ്റെ ഇൻഫ്ലുവൻസും നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഈക്വലി എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഞാൻ എപ്പോഴും ആൺകുട്ടികളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും ആർട്ടുള്ളവരാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്രസീവ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പെൺകുട്ടി എപ്പോഴും ഇപ്പം എനിക്ക് എൻ്റെ ദേഷ്യം, സങ്കടം എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് എൻ്റെ വീട്ടിൽ. അത് അമ്മയാണേലും അപ്പനാണേലും ഞാൻ വളരെ എക്സ്പ്രസീവാണ്. പക്ഷേ എൻ്റെ ബ്രദർ ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ അവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ അവൻ കല്യാണം കഴിച്ച് കുട്ടിയുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവന് ഒരു വിഷമമില്ല, സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒന്നും വിഷമമില്ല. അതുപോലെ തന്നെ ഈ പ്രണയത്തിൻ്റെ സമയം വരുമ്പോൾ ഇൻ ജനറൽ മെൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞു, വാവേ, കുട്ടു എല്ലാം പറയും. പക്ഷേ സ്വന്തം സഹോദരങ്ങളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ വളർന്നു വരുന്തോറും എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അതെന്താ അങ്ങനെയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെന്താ അങ്ങനെ? അങ്ങനെയാണോ? അല്ലേ? ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഒരുപക്ഷെ എൻ്റെ അനിയൻ കുറച്ചുകൂടെ അങ്ങനെ ആയിരിക്കും. ഈസ് മോർ ഓഫ് എൻ ഇൻട്രോവേർട്ട് ദാൻ മീ. ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ടാണ്. ഞാനൊരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടാണ്. എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര വാചാലനാവും. ആൻഡ് ഇഫ് ഇറ്റ് റിക്വയർസ് മീ ടു ടോക്ക് ഐ ക്യാൻ ടോക്ക്. ഇപ്പോൾ സാധാരണ ഒരു ചേട്ടൻ അനിയൻ എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിൽ ഉള്ള യുദ്ധങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ തമ്മിൽ എല്ലാം അടികൂടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ 6 വയസ്സിൻ്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. അവൻ്റെ കോളേജ് കാലഘട്ടത്തിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർലി അലൈൻഡ് ആയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കയറുന്നുള്ളതല്ല കേട്ടോ. ബട്ട് ഇപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ ഇടപഴകുമ്പം എന്നെക്കാൾ 6 വയസ്സ് താഴെയുള്ള ഒരാളായിട്ട് നമ്മൾ ഹാങ് ഔട്ട് ചെയ്യുന്നത് ആ സമയത്ത് കുറവാണ്. ഇപ്പം ഐ ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് എന്താ പറയുക, ഞാൻ ജെൻസീനെയും ജെൻ ആൽഫേനെയും വരെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. സോ എൻ്റെ ഒരു മെൻ്റൽ ഏജ് ഒരു 25-ന് ശേഷം പിന്നെ ഞാൻ വളർത്തിയിട്ടില്ല. 25 കൂടുതലല്ലേ? അത്ര എത്തിയോ മെൻ്റൽ ഏജ്? അല്ലേ? സത്യങ്ങൾ അതാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഇപ്പോഴും പറയും ലൈക്ക് എൻ്റെ മെൻ്റൽ മെച്യൂരിറ്റി പറഞ്ഞ ഒരു കോളേജ് കാലഘട്ടത്തിൽ കിടക്കാം. പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സും 5ാം ക്ലാസ്സും എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം എനിക്ക് ഒരിക്കലും അവനുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടുപേരും അഡോളസൻസ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുറേയും കൂടെ ഒരു മറ്റേ സാധനം വൈബ് രണ്ടുപേരും തമ്മിൽ സെറ്റായത്. ഞാൻ +2 പഠിക്കുമ്പോൾ ഞാൻ ഈ സൂപ്പർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ ക്ലിപ്സ് ഒക്കെ റീസെൻ്റ്ലി ഞാൻ കണ്ടിരുന്നു. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജൂനിയറിൽ അവനും സെലക്ഷൻ കിട്ടി. ആൻഡ് ദെൻ ഹി ഗോട്ട് ഇൻ ടു സീരിയൽ ആൻഡ് സിനിമ. അപ്പോൾ ഇവൻ ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒരു 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴേക്ക് തന്നെ ഇവൻ ഭയങ്കര പോപ്പുലർ ഫിഗർ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇവൻ ഞാൻ കാണുന്നത് പിന്നെ ഞാൻ കാണുന്നത് ഒരു താരമായിട്ടുള്ള കുട്ടി താരത്തെയാണ്. അപ്പോഴേക്കും ഞാൻ കോളേജിലോട്ട് പോയി. ഇവനൊരു 9th എഞ്ചിനീയറിംഗിന് കടന്നു. ചെന്നൈയിലോട്ട് പോയില്ലേ? എഞ്ചിനീയറിംഗ് അല്ല, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ കലയുടെ പാതയിലാണെന്ന് ആദ്യമേ തീരുമാനിച്ചത്. എന്താണെന്നറിയോ, ഒരുപാട് ഇപ്പം നമ്മൾ യൂത്തന്മാരെ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരോടും ചോദിച്ചു കഴിയുമ്പോൾ അപ്പം നമ്മൾ എന്താ പഠിച്ചു വന്നത്? നിവിനാണെങ്കിലും ടൊവിനോ ആണെങ്കിലും ലുക്മാൻ ആണെങ്കിലും എഞ്ചിനീയറിംഗ്. ഞാൻ എഞ്ചിനീയറിംഗിന് പോയ സിനിമക്കാരനല്ല. എനിക്ക് ആദ്യമേ ക്ലാരിറ്റി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. I was sure about which way I want to choose. അപ്പോൾ വീട്ടുകാരെ ഞാൻ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് അപ്പോൾ അതിൽ വെക്കേഷനിലൊക്കെ വരുമ്പോൾ ഇവൻ സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. മാണിക്കക്കല്ല് വളരെ പോപ്പുലറാണ്. മുടിയൊക്കെ ഇല്ലായിരുന്നു. അതെ, മറ്റേ മഷ്റൂം കട്ട്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഷിക്കാർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കുഞ്ഞനന്ദൻ്റെ കട. അപ്പം ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ അടുത്ത് കാണുന്നത് ഇവന്റെ ഷൂട്ടിംഗ് സെറ്റിൽ പോയിട്ടാണ്. അപ്പൊ ഇവനൊരു സ്റ്റാർ കിഡ് ആയിരുന്നു. നെപ്പോ ബ്രദർ.
അല്ല ഇതിൽ നെപ്പോ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസിൽ വന്നാലാണല്ലോ നെപ്പോ ആവുള്ളൂ. നിങ്ങള് അങ്ങനെ പറയുക നമ്മൾ കാണുമ്പോ അങ്ങനെ പറയാൻ സമ്മതിക്കൂല ഞാൻ. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഒരിക്കലും ഓഡിഷൻ വഴി വന്നതാ. രണ്ടുപേരും കഷ്ടപ്പെട്ട് വന്നത്. അവൻ ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഓഡീഷനിൽ കൂടെ ഈ നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നല്ലോ നമുക്കിത് വേണം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഇവനാണല്ലോ ആദ്യ സ്റ്റാർ ആവണേ, നമ്മൾ ചേട്ടനാണ്, അവന് വേണ്ടി നമ്മൾ സന്തോഷിക്കണമെങ്കിലും ഇവിടെ നീ നേരത്തെ കേറിയില്ലേ എന്നൊരു ചിന്ത മനസ്സിൽ കൂടെ പോയോ? ഇല്ല, അവൻ കുട്ടി ആണല്ലോ, എന്റെ കണ്ടംപററി അല്ലല്ലോ. നമ്മളെ കണ്ടംപററി ആകുമ്പോഴല്ലേ നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരുള്ളൂ. ഓക്കെ. അപ്പം ഞാനവൻ 1 വയസ്സിന്റെ വ്യത്യാസമാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫോം പഠിച്ചേരാം. ഇത് കുഞ്ഞു പേരായതുകൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. അപ്പം ഞാൻ അവൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ സിനിമ സെറ്റിലൊക്കെ കണ്ട് എന്തെങ്കിലും സിനിമയിൽ, അപ്പം എനിക്ക് അന്നേരം സംവിധാനമാണ് താല്പര്യം, എഴുത്തും ഡയറക്ഷനും. അപ്പം ഞാൻ അഭിനയിക്കുന്നതിനെ പറ്റി അങ്ങനെ ആലോചിക്കുന്നില്ല. അപ്പം എന്താ പറയുക, ഈ ഒരു എക്സ്പോഷറൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനമൊക്കെ ചെയ്യുന്നിരിക്കുമ്പോഴാണ് യാദൃശ്യമായ ഒരു ഓഡീഷന് പോയി അറ്റൻഡ് ചെയ്തിട്ട് ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്. 3ാമത്തെ പടത്തിന് ശേഷമാണ് തിരിഞ്ഞു നോക്കേണ്ടി വരാതിരുന്നത്. അപ്പം അനിയൻ ഇങ്ങനെ നിങ്ങൾ തമ്മിലൊരു 6 years ഗ്യാപ്പാണല്ലോ. അപ്പം നീരജ് ചെറുപ്പം തൊട്ടേ അമ്മക്കുട്ടിയായിരുന്നല്ലോ. നമ്മൾ ഒരു ബ്രദർ സിബ്ലിങ് വരുമ്പോൾ എനിക്കൊന്നും ഓർമ്മയിലിരിക്കും, ഞാനും അവനും തമ്മിൽ 2.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ള എൻ്റെ അനിയനും. ഞാൻ അവന് ചോറ് വരെ കൊടുത്തതൊക്കെയാണ് ഓർമ്മ. പക്ഷേ എനിക്ക് അവൻ വരണതോ ആ വ്യത്യാസം അറിയില്ല. 6 yearsലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോഴത്തേനും നമുക്കറിയാം വേറൊരാളും കൂടെ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ജീവിതത്തിലേക്കെന്ന്. ആ ഒരു കണ്ണിക്കൂടെയാണോ കണ്ടേ അയ്യോ സ്നേഹിക്കാൻ ഒരാളെ കൂടി കിട്ടിയില്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നോ? അതോ? എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇവൻ അനിയനുണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കാൻ കൊണ്ടുപോവാണ്. അപ്പം ഞാൻ ഈ മറ്റേ നമ്മുടെ ഈ കൊതുക് മൂടി വെക്കുന്ന അടപ്പുണ്ടല്ലോ അന്ന്, ഇങ്ങനെ അത് തുറന്നിട്ട് കാണിച്ചപ്പം എനിക്ക് വർക്കായില്ല, കണ്ടിട്ടത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഒരു ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറച്ചുകൂടെ മുട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഈ ഉണ്ടായ ഉടനെയുള്ള കുട്ടികളെ കാണാൻ ഭംഗിയില്ലല്ലോ. കുഞ്ഞു ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ? അപ്പൊ പറഞ്ഞ് ബേബീസ് ഇങ്ങനെയായിരിക്കും. അപ്പം എന്റെ കുട്ടി ഉണ്ടായപ്പോഴും ഞാൻ ആദ്യം ഇത് ഒരു പഴയതിലേക്ക് തിരിച്ചു ഒരു നിറം വെച്ച് കാണുമ്പോ ഒരു സെക്കൻഡ് ഡേ ആവും അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ. അപ്പൊ ഇത് അപ്പൊ ഞാൻ ഇച്ചിരി ഇങ്ങനെയാണോ ഉണ്ടാവുകയെന്ന് ചോദിച്ചു. ഇത്രേ അവര് പറഞ്ഞിട്ടാണ്, എനിക്ക് ഓർമ്മയില്ല. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. എനിക്ക് അത്ര വർക്കായില്ല. അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് ഭയങ്കര, ഞാൻ അവന് വിളിപ്പേര് കുഞ്ഞൂട്ടൻ, അങ്ങനെ കുഞ്ഞു എന്നാ എപ്പോഴും വീട്ടിൽ വിളിക്കും. അങ്ങനെ ഒരു ഫ്യൂ മന്ത്സ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് എസ്തെറ്റിക്കലി പ്ലീസിങ് ഇച്ചിരി ശരീരമൊക്കെ വെച്ചു. ഈ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പം എപ്പോഴും പറയും അവർ അമ്മമാരും കൂടിയാണ് അവരുടെ ഇളയ ആളുകൾക്ക് എന്നൊക്കെ പറയും. ആൺകുട്ടികൾക്ക് പക്ഷേ ശരിക്കും പിതൃവാത്സല്യമല്ല ചേട്ടന്മാർ വരുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു ബോഡി ഗാർഡ് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ആണല്ലോ പലപ്പോഴും ഒരു മൂത്ത ചേട്ടൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുക. ഇപ്പം നവനീതാണെങ്കിൽ ഇൻ്റർവ്യൂവിലെല്ലാം നീരജിനെ കുറിച്ച് ഘോരം സംസാരിക്കാറുണ്ട്. ആസ് എ ബ്രദർ നീരജ് എങ്ങനത്തെ ഒരു ആളാണ്? എനിക്ക് അവനാണ് പല കാര്യങ്ങളും കുറേം കൂടെ പുതിയ ന്യൂ മ്യൂസിക്കും പലപ്പോഴും പുതിയ പല പരിപാടികളും കാണിച്ചു തരുന്ന ആള് അവനാണ്. എൻ്റെ ജെൻസി കണക്ഷൻസ് ഒക്കെ അവനാണ് കൊണ്ടെത്തി. അവൻ്റെ അടുത്ത് നിന്നാണ് പിടിച്ചെടുക്കുന്നത്. പുതിയ ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, പുതിയ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ, പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ, ഹീസ് മോർ ഓഫ് എ ടെക് ഗൈ. ഞാൻ ഓൺലി റൈറ്റ് ബ്രെയിൻ ഗൈ ആണ്. അപ്പം എനിക്ക് ഇപ്പോഴും പറയും, ഞാൻ ഫോൺ പിടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്തവയും മറ്റേ ലൈക്ക് നോട്ട് ടെക്നോളജി പരമായിട്ട് ഞാൻ ഭയങ്കര, അത് ചെറുപ്പത്തിലേ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ, ഡ്രൈവിങ്, അല്ലെങ്കിൽ ഐ ഡ്രൈവ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള പരിപാടികൾ. ജോഗ്രഫി, എനിക്ക് റൂട്ടുകൾ, എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് GPS ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല, ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പല ഏരിയയിലും ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി. എൻ്റെ മ്യൂസിക് വീഡിയോസൊക്കെ അവൻ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത് തുടങ്ങി. അപ്പം അവനും ആസ്പയർ ചെയ്യുന്ന ഈ ഒരു ഫീൽഡ് തന്നെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരുമിച്ച് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു പുതിയ മ്യൂസിക് വീഡിയോ അവൻ കാലി ബോയ്സ് പറഞ്ഞ ഒരു അൺറിലീസ് ട്രാക്ക് ഉണ്ട്, അത് അവനാണ് ഡയറക്റ്റ് ചെയ്തത്. നീരജിൻ്റെ ലൈഫിലോട്ട് വരികയാണെങ്കിൽ, കരിയറിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം 2013 ബഡ്ഡി വരുന്നുണ്ട്. അത് കഷ്ടപ്പെട്ട് നമ്മൾ ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിട്ടാണ് ബഡിയിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മെമ്മറീസ് വരുന്നു, ദൃശ്യം വരുന്നു. മെമ്മറീസിലൊരു കുഞ്ഞ് മെക്കാനിക്കിൻ്റെ ഒരു റോളിൽ നിന്നാണ്
ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ മോനിഷൻ അത്രയും ലോങ് ആയിട്ടുള്ളൊരു ഇതിലോട്ട് വരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും സംശയിക്കുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് മാജിക്കാണ് ഒരു ഇച്ചിരി സമയം കൊണ്ട് ജിത്തു ചേട്ടൻ്റെ അടുത്ത് കാണിച്ച്. കാരണം ആ റോള് നീട്ടി എഴുതുക ചെയ്തത്. ദൃശ്യത്തിലെ റോള് ശരിക്കും അത്ര ഇല്ലായിരുന്നു അല്ലേ? അതിനുശേഷം അത് കൂടുതൽ ഇടുക ചെയ്തേ, അത് ജിത്തു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ എടുക്കുക ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ നീരജിന് സ്പേസ് തരാൻ വേണ്ടിയിട്ട്. എന്ത് മാജിക്കാണ് നിങ്ങൾ മെമ്മറിയുടെ സെറ്റിൽ ചെയ്യുന്നത്? എനിക്കറിയില്ല, നമ്മൾ പണ്ട് ഈ പറയുന്ന പോലെ പേടിയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പേടിയെന്ന് വെച്ചാൽ ഐ മീൻ ആങ്സൈറ്റി ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഡെലിവർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പം ആ പടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ ഈ ജീവൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ രാജുവായിട്ടുള്ള കോമ്പിനേഷനാണ്. 2 സീനേ ഉള്ളൂ. അപ്പം ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ഫസ്റ്റ് സീൻ കഴിഞ്ഞപ്പം രാജുവേട്ടൻ വന്നിട്ട് ഗുഡ് ജോബ് എന്ന് പറഞ്ഞു. അപ്പം ജിത്തു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു ഡയലോഗും കൂടെ ആഡ് ചെയ്യട്ടെ പറയുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ സോ ദേ പ്രോബബ്ലി ഗോട്ട് ദാറ്റ് ഐ ക്യാൻ പെർഫോം. അപ്പോൾ ഒരു ഡയലോഗ് കൂടെ ആഡ് ചെയ്തു, ഞാൻ അതും ഓക്കെ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ അടുത്ത് രണ്ട് സീനേ ഉള്ളൂ. അത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ജിത്തു ചേട്ടൻ പറയുന്നുണ്ട് പരിപാടി ഉണ്ട് കേട്ടോ, ഞാൻ വിളിക്കാം. നമ്മൾ പക്ഷെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ 1983 പോയി അഭിനയിച്ചു, പക്ഷെ അത് ഇറങ്ങാതെ കുറേ നാൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ അഭിനയ മോഹങ്ങൾ അല്ലെങ്കിൽ അഭിനയ ജീവിതം വലിയ പച്ച പിടിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ സംവിധാനത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക, ആരെങ്കിലും അസിസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൃശ്യത്തിലേക്ക് വിളി വരുന്നത്. ദൃശ്യത്തിലേക്ക് എന്നെ ജിത്തു ചേട്ടൻ പോലും അല്ല വിളിക്കുന്നത്. അങ്ങനെ ആശീർവാദ് മോഹൻലാൽ ചിത്രത്തിലേക്ക് ജിത്തു ജോസഫിൻ്റെ പടത്തിലൊരു 25 ദിവസത്തെ ഡേറ്റ് വേണം. നമ്മൾ എന്താ സംഭവിക്കും, അവിടെ നിന്നാണ് ഫ്ലിപ്പ് ആവുന്നത്. പിന്നെ അതിൽ പോയി അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഞാൻ ലാലേട്ടനെ കണ്ടപ്പോഴേ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആരാധനയിൽ നിൽക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഐ വാസ് ഏബിൾ ടു കാഷ്വലി ഐ കുഡ് കീപ് മൈ കൂൾ വൈൽ ആക്ടിങ് വിത്ത് ഹിം. അപ്പോൾ അത് ആയിരിക്കാം പ്രോബബ്ലി അത് ആ പടം ഇറങ്ങിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് ആസ് എൻ ആക്ടർ നമ്മൾ ടേക്ക് ഓഫ് ആയി. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതായത് 2013 ശേഷം ഇപ്പോൾ ദൃശ്യം മെമ്മറീസും ഒരു ഇന്ത്യൻ പ്രണയകഥയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സപ്തമശ്രീ, തസ്കര, അടികപ്പ്യാരെ, കൂട്ടമണി, പൈപ്പിൻ ചോട്ടിലെ പ്രണയം, ഒരു മിക്സിക്കിൻ്റെ ഭാരത, ലൈക്ക് സിനിമകളിങ്ങനെ ഹിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 2018 ദീപ്തി ജീവിതത്തിലേക്ക് വരുന്നത്. സാധാരണ ഒരു ആളായി നിൽക്കുന്ന സമയത്ത്, ഒരു സ്റ്റാർ ആയ സമയത്തല്ല ശരിക്കും നീരജ് ദീപ്തിയെ കണ്ടുമുട്ടുന്നതും നിങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്ടം വരുന്നതും ഒക്കെ. ലോകത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളൊരു കാഴ്ച, ഇപ്പോൾ ഞാൻ തന്നെ പലരുടെയും കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നടന്നവരായിരിക്കാം. അതിൽ ഒരാൾക്ക് ദേ ബിക്കം ഒരു നല്ല പൊസിഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബെറ്റർ അലയൻസ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് വരുമ്പോൾ ദേ ഡിസൈഡ് ഓക്കെ മേ ബി ഐ വിൽ ഹാവ് എ ബെറ്റർ പേഴ്സൺ എന്നൊക്കെ ചിന്തിച്ച് പോണ ഒരു പ്രണയത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫോർ യു ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഭയങ്കര സ്റ്റഡി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. ഈ ലോയൽറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പലപ്പോഴും എന്താണെന്ന് സംശയിക്കുന്ന ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരാളുടെ കൂടെ നിന്നു എന്നതുകൊണ്ട് മാത്രം ലോയലാണോ ഒരാളുടെ റിലേഷൻഷിപ്പിൽ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് വാട്ട് വുഡ് യു സേ? ഇല്ല, അതിനകത്ത് നമ്മളുടെ യു ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അല്ലാതെ എന്താ പറയുക, മിയർലി എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല. ഒരു മ്യൂച്വൽ പ്രോസസ്സാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു മരം ചുറ്റി പ്രേമമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ചേസിങ് വൺ പേഴ്സൺ. ഐ മീൻ നീദർ ഇറ്റ് വാസ് മീ ബിഹൈൻഡ് ഹർ ഓർ ഹർ ബിഹൈൻഡ് മീ. ഞാനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുമ്പം ഷി വാസ് ലൈക്ക് മൈ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ടേൺ ഗേൾ ഫ്രണ്ട്. അപ്പോൾ നമ്മളൊരു പോയിന്റിലെത്തിയപ്പം നമുക്ക് വെറുതെ ഒന്ന് ഡേറ്റ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഡേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ വേണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ തന്നെ വീട്ടിലൊന്ന് പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. സോ റിലേഷൻഷിപ്പിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്ത്, അപ്പം അങ്ങനെ പിന്നീട് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് സമയം കളയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഇറ്റ് വാസ് എൻ ഓർഗാനിക് പ്രോസസ്സ്. അതിനകത്ത് ഈവൻ കല്യാണത്തിൻ്റെ കാര്യത്തിലോട്ട് വന്നപ്പോൾ പോലും ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഗെറ്റിംഗ് മാരിഡ് ഓർ എനിത്തിങ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു തുടങ്ങി,
ഞങ്ങൾ ഏകദേശം ഒരു ഐ മീൻ ഷീസ് എ ഇയർ യങ്ങർ ദാൻ മീ. പക്ഷെ എന്നാലും അറിയാലോ പെൺകുട്ടികളുടെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ നമുക്ക് അത്രയും ടൈം ഫ്രീഡം കിട്ടത്തില്ല. അപ്പോഴാണ് ഞാൻ കല്യാണം എന്നൊക്കെ ഉള്ള രീതിയിൽ സീരിയസ്ലി ഓക്കെ അങ്ങനെ. എന്നാൽ പിന്നെ ഐ മീൻ ഐ കുഡൻറ്റ് തിങ്ക് അബൌട്ട് ലൂസിങ് ഹെർ. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയി ഞാൻ വീട്ടിൽ പറയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളുടെ വീട്ടിൽ സംസാരിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് ഐ നെവർ ടോൾഡ് ദം ലൈക്ക് ഇപ്പോൾ കല്യാണം ഒന്നും ഇപ്പോൾ ഉണ്ടാവും എന്നുള്ള ഇഷ്ടം. ഞാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അത് ദീപ്തിയുടെ ദീപ്തി ഈസ് എ വെരി ഈസി പേഴ്സൺ ആൻഡ് ഐ എം എ മോർ കോംപ്ലിക്കേറ്റഡ് പേഴ്സൺ. ആസ് ഇൻ എൻ്റെ എന്താ പറയുക ലൈക്ക് പുള്ളിക്കാരി കുറേ കൂടെ സിമ്പിൾ പേഴ്സണാണ്. അപ്പം എൻ്റെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ബാലൻസ്ഡ് ആവുന്നത് പുള്ളിക്കാരി വരുമ്പോഴാണ്. പുള്ളിക്കാരിയാണ് എന്നെ മണ്ണിലോട്ടിറക്കുന്നത്. ഇയാൾ വിചാരിക്കുന്ന അത്ര വലിയ കിടിലൊന്നും അല്ല, താഴെ മണ്ണിലോട്ടിറക്കുന്നുണ്ട്. ഷി ഓൾവേസ് കീപ് മീ close to reality. Yeah. So I am a trippy guy, like that you are. Crazy guy, not like trippy guy. I know. നീരജ് ഒരിക്കലും സ്റ്റിൽ അല്ല. ലൈക്ക് നീരജിന്റെ എനിക്കറിയാതെ that's what. So that's my energy. അപ്പം അതിനകത്ത് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എപ്പോഴും എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ആൾ ദീപ്തിയാണ്. സോ ഇഫ് നോട്ട് ഫോർ ഹർ ഞാൻ അതായത് പല കാര്യങ്ങളിലും എന്താകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. കുഡ് ഹാവ് ബീൻ എനിത്തിങ്. ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ നിങ്ങളുടെ രണ്ടുപേരുടെയും വരുമ്പോൾ യു കെപ്റ്റ് ഇറ്റ് അണ്ടർ റാപ്സ്. അതായത് ആർക്കും അറിയത്തില്ലായിരുന്നു. നീരജിൻ്റെ കല്യാണം വരുന്ന സമയമായപ്പോഴത്തേക്കും അപ്പോൾ അജു പറഞ്ഞു സമയം കിട്ടിയില്ല, 6 മാസം ഉള്ളായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ കണ്ടു, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ പോലെ നോബഡി ന്യൂ ആൻഡ് ഷി വാസ് നോട്ട് ഫ്രം ദി ഇൻഡസ്ട്രി. അതുപോലെ അത് മനഃപൂർവ്വം അല്ലെ, യു ആർ എ പേഴ്സണൽ ഒരു ഭയങ്കര പ്രൈവറ്റ് പേഴ്സൺ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലാണ് നീരജിനെ കുറിച്ച്. യു ഡു യുവർ തിങ്സ്, പക്ഷേ യു നോട്ട് സീൻ അവിടെ ഇവിടെ അങ്ങനെ പോകുന്ന ഒരാളല്ലേ, വെരി പ്രൈവറ്റ്. അപ്പോൾ അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു ഐ വോണ്ട് ടു കീപ് ഇറ്റ് അണ്ടർ ആപ്സ് ഒക്കെ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇപ്പം ഈവൻ വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂസ് എന്തെങ്കിലും ഒരു പേർപ്പസ് ഇല്ലാതെ എനിക്ക് പുതിയതായിട്ട് പറയാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഐ എം നോട്ട് എ പേഴ്സൺ ഹു ക്യാൻ കം ആൻഡ് എൻ്റർടൈൻ പീപ്പിൾ ഇൻ എൻ ഇൻ്റർവ്യൂ. ദാറ്റ്സ് നോട്ട് മൈ ഫാക്കൽറ്റി. എൻ്റെ കഴിവുകൾ എൻ്റെ ആർട്ടിലൂടെ പറയട്ടെ എന്നുള്ളതാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പറയാനുണ്ടെങ്കിലാണ് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പം എൻ്റെ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റായിട്ട് ഇപ്പം ഈവൻ മകളുടെ കാര്യത്തിലാണെങ്കിൽ അവളെ ഒരുപാട് ഫോട്ടോസൊന്നും ഞാൻ അങ്ങനെ ഐ മീൻ ലെറ്റ് ഹർ ഹാവ്, അവൾക്ക് ഇഷ്ടമാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ. അപ്പം കല്യാണത്തിൻ്റെ കാര്യം ഞാനത് മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചതാണോ എന്ന് ചോദിച്ചാൽ അതന്നെ ലൈക്ക് ഡിസൈഡ് ഇല്ല, ഒളിപ്പിച്ച് പ്രണയം കല്യാണം അല്ല. ഒന്നാമത് ഡേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. അതിനുള്ളതൊന്നും ഒരു മെച്ചൂരിറ്റി നമുക്കില്ല. നമ്മൾ ഓക്കെ ഐ ഹാവ് എ ഗേൾ ഫ്രണ്ട്, അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നീട് കല്യാണം വരുമ്പോൾ ഒബ്വിയസ്ലി അത് പബ്ലിക് ആവുന്നു. അതിൻ്റെ കോമഡിയൊക്കെ ഉണ്ട്. ഞാൻ ഏതൊരു പ്രസിദ്ധീകരണത്തിൽ ഞങ്ങളുടെ കവർ ഫോട്ടോ പ്ലാൻ വന്നു. എന്നിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എത്ര വർഷമായിട്ടുള്ള പ്രേമമാണ്? ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഞങ്ങൾ 3 years എങ്ങാണ്ട് ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളത് ഫസ്റ്റ് ഒരിക്കൽ പരസ്പരം ഒന്ന് കണ്ടിട്ടുണ്ട്, ബട്ട് നത്തിങ് ഹാപ്പൻ ദെൻ. ഓക്കെ. പിന്നീട് നേരം കാണുന്ന 8 വർഷത്തെ പ്രണയം. അപ്പം എൻ്റെ എക്സൊക്കെ മെസ്സേജ് എടോ താൻ എന്നെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ പണ്ട് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയാത്ത, മനസ്സിലായില്ലേ? അപ്പം അന്ന് ഈ കുടിപ്പും തൊങ്ങലും ഉണ്ടല്ലോ. സോ ബേസിക്കലി അപ്പം അത് എനിക്ക് ആ പ്രൈവറ്റ് ലൈഫിനെ പറ്റി അതല്ലല്ലോ എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. മൈ വർക്ക് ആൻഡ് ലെറ്റ് മൈ വർക്ക് സ്പീക്ക് ആൻഡ് നോട്ട് മൈ പേഴ്സണൽ ലൈഫ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസും അതും ഇതൊക്കെ. ലൈക്ക് നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കേസിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയ ഒരു 1/2 hour ആകുമ്പോൾ എൻ്റെ പാർട്ട്ണർ എവിടെയാ, ഞാൻ ഇന്ന സ്ഥലത്താണ് പോയേക്കണേലോ, അടുത്ത 1 മണിക്കൂറിൽ എന്നോട് പറയുക തിരിച്ച് വിളിക്കണേ 1/2 hour ആകുമ്പോൾ. കുറേ കാലം മുന്നേ അന്ന് ഞാൻ ഫോർ മീ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എപ്പോഴും നമ്മൾ നമ്മുടെ പാർട്ട്ണറെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചേ, വൈ യു കോളിങ് ഹിം എവറി 1/2 hour? യു ടോൾഡ് ഹിം ഇന്ന സ്ഥലത്താണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ഇത്ര മണിക്കൂർ കഴിഞ്ഞ് വരുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ കെയർ കൊണ്ടാണ് ലൈക്ക് എന്ത് കുട്ടിയോ ഈ കെയർ കൊണ്ട് വിളിക്കേണ്ട 1/2 hour അത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഞാൻ വിചാരിച്ചു ശരി എന്തിനിങ്ങനെ
ഹാഫ് ആൻ അവർ. അതുപോലെ ഇത് ചെറിയൊരു കാര്യം, ഇങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് പ്രണയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ചിലർ കള്ളുകൂടി മാറ്റുന്നു, ചിലർ മാറ്റിയതായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ കുറേ നിബന്ധനകൾ പ്രണയത്തിൽ വരാറുണ്ട്. റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും പ്രണയത്തിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് ശരിക്കും പ്രണയത്തിൽ ആവശ്യമുണ്ടോ? ലൈക്ക് ഡു യു ഗൈസ് ഹാവ് എനിത്തിങ് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ? ഞങ്ങൾ ആക്ച്വലി ഈ ബേബി ഉണ്ടാവുന്നവരെ വി വെയർ സ്റ്റിൽ കൈൻഡ് ഓഫ് നെയ്വ് ആസ് എ ഡേറ്റിംഗ് കപ്പിൾ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടായത്, ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പ്രൊട്ടക്റ്റീവ് നേച്ചർ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ, കല്യാണത്തിനൊക്കെ മുന്നേ കുറച്ച് ഈ പറയുന്ന രാത്രി ഹോസ്റ്റലിലൊക്കെ പോകുന്ന സമയത്ത് എത്തിയോ ആ സമയത്ത്. അതെ. അതിനുശേഷം എന്നെ അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാനും അങ്ങനെ ചെയ്യാറേ ഇല്ല. കാരണം ഞങ്ങൾ 2 ഇൻഡിവിജ്വൽസാണ്. ആൻഡ് ഞങ്ങൾ 2 പേരുടെയും സ്പേസും ഡിഫറെൻ്റ് ആണ്. ഷീ ഈസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ഷീ ഹാസ് അവൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഒരു സോഷ്യൽ ലൈഫ് അവൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ജസ്റ്റ് ദ മണി ദറ്റ് കംസ് ഫ്രം ഇറ്റ്. അപ്പം പുള്ളിക്കാരിയുടെ സ്പേസിൽ ഞാനൊന്നും ചോദിക്കാറില്ല. മോസ്റ്റ്ലി ഐ ഡോണ്ട് ആസ്ക് ഹർ അബൌട്ട് വാട്ട് ഷീ ഈസ് ഡൂയിങ് ഓർ ലൈക്ക്. പുള്ളിക്കാരിയെ കൂടുതൽ എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പരിപാടി, ഷീ ലൈക്ക് ടു നോ മൈ സ്റ്റോറീസ്. നമ്മളുടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആരൊക്കെ ആയിട്ടാ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായ, അല്ലെങ്കിൽ മറ്റേ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ആരെന്ത് പറഞ്ഞു, അങ്ങനെ അല്ലാതെ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ബിറ്റ്വീൻ അസ് വാട്ട് ഈസ് ദെയർ. അങ്ങനെ നമ്മൾ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ഓക്കെ, മേ ബി പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് കുറച്ച് OCD ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു റൂമിലുള്ള എൻ്റെ വാർഡ്രോബ്, അതുകൊണ്ട് എൻ്റെ റൂമിൽ അവളുടെ ഒരു തുണി പോലും അവൾ വെക്കില്ല. അവളുടെ തുണി ഫുള്ള് അവൾക്ക് വേറെ റൂം കൊടുത്തിരിക്കുക. സോ ഹർ വാർഡ്രോബ് ഇസ് സെപ്പറേറ്റ് ആൻഡ് മൈ വാർഡ്രോബ് ഇസ് സെപ്പറേറ്റ് ബിക്കോസ് ഐ വോണ്ട് എനിക്ക് എല്ലാ തുണി ഇങ്ങനെ കാണണം, ഇങ്ങനെ വെച്ചിട്ട് കാണണം. അപ്പം ഞാൻ തന്നെ എൻ്റെ തുണി കുറേ സാധനങ്ങളുണ്ട്. അപ്പം പണ്ട് ഇവള് എൻ്റെ കുറച്ച് തുണികളൊക്കെ ഇവളുടെ തുണിയുടെ കൂട്ടത്തിൽ അലക്കി കളറിളകി എൻ്റെ അടിപൊളി സാധനങ്ങളൊക്കെ നശിപ്പിച്ചതിന് ശേഷം. പിന്നെ നീരജിന്റെ സാധനങ്ങൾ ഭയങ്കര കളറ് കുറഞ്ഞതാണല്ലോ, അല്ല കുറഞ്ഞതിൻ്റെ അല്ല, ബട്ട് വേറെ സാധനങ്ങളുടെ കൂടെ ഇളക്കുമ്പം അതിലോട്ട് കളർ പിടിക്കുന്ന നീരജിന്റെ ഭയങ്കര സ്പെഷ്യൽ സാധനങ്ങളാണ്, പ്രോബബ്ലി സം ഓഫ് ദ കോസ്റ്റ്ലി സ്റ്റഫ്. അപ്പം അതിനുശേഷം പറഞ്ഞു നീ ഇളക്കണ്ട, ഞാൻ തന്നെ ഇളക്കി. ഐ മീൻ നോട്ട് ദാറ്റ് ഐ ആസ്ക് ഹർ ടു വാഷ് ഹർ എനിത്തിങ്. പുള്ളിക്കാരി എല്ലാം കൂടെ എടുത്തങ്ങ് ഇടുന്നതാ. ഇവളെങ്ങനെയാന്ന് വെച്ചാൽ ഇവളെല്ലാം കൂടെ ഇട്ടിട്ട് വാഷിംഗ് മെഷീനൊക്കെ സ്റ്റക്ക് ആവുന്ന അത്ര സാധനം ഇടും ഒറ്റയടിക്ക്. കറണ്ട് സേവ് ചെയ്യണം. ഞാനൊക്കെ ചില സമയത്ത് എൻ്റെ വിട്ടേക്ക്, എൻ്റെ തുണി ഞാൻ ഇളക്കിക്കോളാം. അപ്പം അങ്ങനെയുള്ള ചില പേഴ്സണൽ, അതായത് എനിക്കിങ്ങനെ എൻ്റെ സാധനങ്ങൾ, അപ്പം എൻ്റെ അടുത്ത് പറയും അങ്ങനെയാണെങ്കിൽ സ്വന്തം ചെയ്തോ, ഓക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഈ ഒരു റെസ്ട്രിക്ഷൻ പരിപാടികൾ ഉള്ളൂ. അതായത് എടുത്ത സാധനം, നീരജിന്റെ സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം, അവിടെ മാറരുത്, അത് വന്ന് കൊളാക്കരുത്, അത് തൊടരുത്, അത് മാറ്റി വെക്കരുത്, ഡോണ്ട് പുട്ട് ഇറ്റ് വിത്ത് അതർ സ്റ്റഫ്. അങ്ങനെ എൻ്റെ ഒരു മുറിയിൽ മൊത്തം, ഈവൻ ഇഫ് യു സ്ലീപ്പ് ഇൻ ദ സെയിം റൂം, ഓൾ ഓഫ് അവർ ഔട്ട്ഫിറ്റ്സ് ആർ ഇൻ ദി അതർ റൂം. ഈ കഥകൾ പല വീടുകളിലും കേട്ടിട്ടുള്ളതുകൊണ്ട് അവളുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചീരി വരും. അപ്പം കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറയുന്നത് ഇത് എപ്പോഴാണ് ഇതൊക്കെ മടക്കി വെക്കുക. ഞങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇല്ല ദാനം, ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ല ദാനം. നീരജ്, യു അണ്ടർസ്റ്റാൻഡ്, ഞങ്ങളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും നീരജിന് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ആവശ്യത്തിന് ഡ്രസ്സുണ്ടോ? ലൈക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? ദീപ്തിക ഉണ്ടോ? ഇത്രയുണ്ടെങ്കിലും ഇല്ല, ഉണ്ടാവില്ല, പരിപാടിക്ക് പോയാൽ ഉണ്ടാവില്ല. എനിക്കും ഇല്ല, ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ല. അതാണ് ഞങ്ങളുടെ വിഷമം. അത് ശരിയാ. കാണുകയില്ല, ഇല്ല, ഉണ്ടെങ്കിൽ അത് ചേരത്തില്ല. അന്നത്തെ ദിവസത്തെ ആ പരിപാടിക്ക് അത് മാച്ച് ആവില്ല. കണ്ടോ? അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഇത് അടുക്കാനും മടക്കാനും സമയം കിട്ടാത്ത പ്രശ്നമാണ്. അത് ഒരു തവണ ഇട്ടത് പിന്നെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. എന്താ നീരജിന് ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കാത്ത? എനിക്കിപ്പോൾ എനിക്കൊരു പേഴ്സണൽ സ്റ്റൈലിസ്റ്റിനെയും ഒരു എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ തുണി മടക്കാൻ ഇവർ സഹായിക്കും. അപ്പം ഞാനിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ ക്യാപ്പുകൾ, സ്നീക്കേഴ്സ്, പരിപാടികൾ. ഞാൻ കേട്ടിട്ടുണ്ട്, ആ വഴി വന്നവർ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മുറി കാണണം. നമ്മൾ ഈ സിനിമകളിലൊക്കെ ചില മൂവീസിൽ കാണിക്കത്തില്ലേ, പേഴ്സണൽ ആ ഒരു റൂം തുറന്നു കഴിയുമ്പോൾ വാക്ക് ഇൻ വാർഡ്രോബ് പോലെ, അതുപോലെ നീരജിൻ്റെ ഒരു കടയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. രാവിലെ തുറക്കണ ഒരു ലക്ഷറി ബ്രാൻഡിൻ്റെ കട, മൾട്ടി ബ്രാൻഡിൻ്റെ കട.
അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കളക്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമാണ് റെസ്ട്രിക്ഷൻസ്. ബാക്കി ഈ പറയുന്ന ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഞാൻ ചിലപ്പം മോസ്റ്റ്ലി എന്തെങ്കിലും ഡയറ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡയറ്റ് ഫുഡായിരിക്കും, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും. അപ്പം അങ്ങനെ ഒരു കുക്കിംഗ് കൾച്ചർ ഒന്നും, ഐ മീൻ വീട്ടിൽ ഫുഡ് വെക്കും കേട്ടോ. അല്ല അത് അവര് കഴിക്കാൻ. ഇത് മൊത്തം കൊള്ളാലോ നീരജ്, അടിപൊളി. കൂടെ ഒരാളുണ്ട് താനും, എന്നാ വലിയ ശല്യമില്ല. സ്വന്തം തുണി കഴുകുന്നു, സ്വന്തമായിട്ട് കുക്കിങ്ങിന്റെ കാര്യങ്ങൾ നോക്കണം. കൊതിയ അല്ലോട്ടെ, എൻ്റെ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ അവൾക്കായിരിക്കും കൂടുതൽ അറിയാം. പറയുള്ളൂ. അത് പക്ഷെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, വലിയ തെറ്റില്ല. ഇനി വീട്ടിലേക്ക് ഇപ്പം നിളങ്ക അല്ലേ, ആ പേരില്ലേ ഞാൻ ഒരു 3-4 തവണ വായിച്ചു. ഞാൻ വായനയുടെയാണെന്ന്. കാരണം ഭയങ്കര റാപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന നീരജ് മോൾക്ക് പേരിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേര് നിളങ്ക. അതിനൊരു അർത്ഥമുണ്ടോ അതോ? നിളങ്ക എന്നുള്ളത് ആക്ച്വലി എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു പേരാണ്. ഞാനത് തപ്പിയപ്പോൾ അതിൻ്റെ പേര് അതിൻ്റെ ഒരു അർത്ഥം ലേഡി ഓഫ് ബ്ലൂ ഷോർ എന്ന് പറഞ്ഞൊരു അർത്ഥം കണ്ടു. വേറെ എന്തോ ഒരു മീനിങ് കൂടെ കണ്ടിരുന്നു. ഒരു ശ്രീലങ്കൻ നെയിമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് നമ്മൾ പേരിടുമ്പോൾ ഭയങ്കര പ്രിട്ടൻഷ്യസ് ആവാനും പാടില്ല. ഈ എന്താ പറയുക, ഇംഗ്ലീഷ് പേരുകളിടുക, അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചർ ഫീൽ ചെയ്യുന്ന ഒരു പേര് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയത് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ. കാരണം ഭയങ്കര കൺവെൻഷനലല്ല, എന്നാൽ ഐ വാണ്ടഡ് എ യുണീക്ക് നെയിം ഫോർ ഹർ. കേട്ടിട്ടില്ലാത്ത പേരാണ്, ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന. സോ അത് പക്ഷേ വല്ലാതെ നമ്മൾ യുണീക്ക് ആക്കാൻ വേണ്ടി മറ്റേ കൊള്ളില്ലാത്ത പേര് അങ്ങനെ ആക്കിയിട്ടും കാര്യമില്ല. അപ്പം ഞാൻ അങ്ങനെ ഇട്ടു. ഇവർ ഈവൻ ദീപ്തിയും 2 സൈഡിലെ പേരൻസും ആദ്യം നിള പോരെ, നിള സിമ്പിൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിളങ്കാന്ന് നമുക്ക് ഇതിൽ എഴുതാം, ഇവൻച്വലി പീപ്പിൾ ആർ ഗോയിങ് ടു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പം ഞാൻ ഈ പേര് അനൗൺസ് ചെയ്തപ്പം എല്ലാവർക്കും പേര് ഇഷ്ടമായി. ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഐ റെഡ് ഇട്ട്, എന്നിട്ട് അതിലേക്ക് നിളങ്കാൻ തന്നെയാണോ, അത് നിളങ്കാൻ തന്നെ എന്ന് പറഞ്ഞിട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഓർത്തു ദീപ്തിയാണ് പേരിട്ടത്. നിങ്ങളുടെ മനസ്സിലൊരു ഫ്രീക്കൻ പേരൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ തന്നെ പേരിട്ടെ. കാരണം എന്നിട്ട് ഞാൻ ചോദിച്ചു, നിളങ്ക ദീപ്തി വേണോ നിളങ്ക നീരജ് വേണോ എന്ന് വെച്ചപ്പം ദീപ്തി പറഞ്ഞു അച്ഛൻ്റെ പേര് വേണം, മിഡിൽ നെയിം ഇടാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇറ്റ് വാസ് അത് പുള്ളിക്കാരുടെ ചോയ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴേക്കൊക്കെ മറ്റേ പ്രോഗ്രസീവ് ആളായി. അപ്പം ഞാൻ പറഞ്ഞു ആണെങ്കിൽ നിളങ്ക ദീപ്തി ആയി. അപ്പോൾ പറഞ്ഞു കുറച്ചും കൂടെ റൈമിങ് നിളങ്ക നീരജ്. അതുപോലെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാര്യം, അവളുടെ കാതുകുത്തിന് ഞാൻ ആ വീഡിയോ എത്ര തവണ കണ്ടു, ഭയങ്കര ക്യൂട്ടായിരുന്നല്ലോ. താങ്കൾ ആ കൂടെ കാതുകുത്തിയത് അത് എന്തുകൊണ്ടാണ്? അവളുടെ സങ്കടത്തിൻ്റെ കൂടെ ഷെയർ ചെയ്യാന്നുള്ളതാണോ, അതോ യു വോണ്ടഡ് ടു ഡു സംതിങ്? എന്താ അത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് എന്തായിരുന്നു? ഈ കൺവെൻഷൻസിനെ ഫോർ ദ സേക്ക് ഓഫ് ഈ ചടങ്ങ് ചെയ്യുന്നതിന് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് നമ്മൾ ഈ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി അതിങ്ങനെ ചടങ്ങുണ്ട്, അപ്പം അതിന് വേണ്ടി നമ്മളിത് ചെയ്യണം. അപ്പം 28-നൊക്കെയാണ് കാതുകുത്തുന്നത്. കുട്ടിക്ക് അത്രയും ചെറുതാണ്. ആൻഡ് ഐ ഓൾവേസ് ഫീൽ ഇപ്പോൾ ഇവൾക്ക് ഈ കാത് കുത്താൻ ഇഷ്ടമുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൾ കുറച്ചുകൂടെ വലുതായിട്ട് കുട്ടികളെ ഒരു 2-3 വയസ്സിലൊക്കെ കമ്മലില്ലാതെ കാണാൻ രസമാണ്. ചിലപ്പം നമ്മൾ ജീൻസും ടോപ്പൊക്കെ ഇടിച്ച ബോയിനെ പോലെ ഇരിക്കും. ഇറ്റ്സ് നൈസ് ടു സീ ദം വിതൗട്ട് എനി പിയേഴ്സിങ്സ് ഓർ. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഒരു 1-2 വയസ്സ് വരെ അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പം ഞങ്ങൾ പറയും ഇന്ന് നമുക്ക് ചെക്കൻ്റെ ഡ്രസ്സ് ഇടിപ്പിക്കാം എന്ന് പറയും. അപ്പം ലിറ്ററലി when kids are like 3 years old, മുടി അധികം നീളമില്ലെങ്കിൽ they can look like a boy and a girl. അപ്പം ഞാൻ പറയും നമുക്ക് ഇന്ന് ബോയ് വൈബ് പിടിക്കാം, ഇന്ന് ഗേൾ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവളും പറയും ഇന്ന് ഞാൻ ചെക്കനാട്ടോ, ഇന്ന് ഞാൻ ചെക്കൻ പെണ്ണ. അങ്ങനെ എനിക്ക് ഷോർട്ട് ട്രൗസർ ഇടുന്നല്ല ഇഷ്ടം, എന്നെ നുന്നാന്ന് കേട്ടോ. സോ അത് അവളെ എനിക്ക് പേരിട്ട, അത് വേറൊരു കഥ. അത് ഇത് കഴിഞ്ഞിട്ട് ഞാനിനി അമ്മയാണോ അച്ഛനാണോ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എൻ്റെ തന്നെ പുകഴ്ന്ന് തെളിയിച്ചുകൊണ്ട് ഐ കം ടു ദാറ്റ് സ്റ്റോറി. സോ ഈ കാതുകുത്തൽ വന്നപ്പം ഞാൻ ഇങ്ങനെ ദീപ്തിയോട് ചോദിച്ചു, നമുക്ക് അവള് ചോദിക്കട്ടെ, ഷി വാണ്ട്സ് ഇറ്റ്, ലെറ്റ് ഹർ ആസ്ക്. അപ്പോൾ അവൾ പറഞ്ഞു ശരി. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തോ ഷൂട്ടിന് പോയപ്പോൾ എനിക്കൊരു വീഡിയോ വെച്ച് തന്നു. നിങ്കുൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും കമ്മലുണ്ട്, നിങ്കുന് മാത്രം കമ്മലില്ല എന്ന് പറഞ്ഞു. അപ്പം അവൾക്ക് അത് ഏൺ ചെയ്തൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ.
അപ്പം ഒരു കോർ മെമ്മറിയും ആയിരിക്കും ഇത് കുത്തുന്ന ഓർമ്മ. അപ്പൊ ദീപ്തി പറഞ്ഞു അതൊക്കെ ശരി, പക്ഷെ 3 വയസ്സായി, ഇനി നല്ല വേദനയൊക്കെ ഉണ്ടാവും, വേദന അറിയും. അപ്പൊ അത് ആലോചിച്ചപ്പോ എനിക്ക് അയ്യോ ശരിയാണല്ലോ, എന്നാ പിന്നെ ഐക്യദാർഢ്യത്തിന് ഞാനും കൂടെ കാതെടുത്താന്ന് പറഞ്ഞു. അങ്ങനെ വേദന ഷെയർ ചെയ്യാനായി ഞാൻ. നല്ല ഇതിലിരുന്നു കേട്ടോ. അവള് കരഞ്ഞില്ല. മറ്റേ ഞാൻ അതെന്താ വെച്ചാൽ എല്ലാരും അന്വേഷിച്ചപ്പോ പറഞ്ഞു ഗണ്ണിനേക്കാളും പഴുക്കാനൊക്കെ സാധ്യത കുറവ് നമ്മള് അങ്ങനെ അങ്ങനെ കുത്തുന്നതാണ്. അപ്പൊ അങ്ങനെ തന്നെ നമ്മള് ആൻഡ് അവളുടെ പെട്ടെന്ന് ഹീലായി കുട്ടികളുടെ. എന്റെ ഞാൻ അതിൽ വരുമായിരുന്നു. നിങ്ങൾ ഒരു ചെറിയ എക്സ്പ്രഷൻ പോലും കാണിക്കാതെ താങ്കൾ ഇരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വേന എടുത്തില്ലേ? പേര് മോൾ എപ്പോഴായിട്ടെ? ഇവളെ എന്താ വീട്ടിൽ വിളിക്കുക എന്നുള്ള ചർച്ചകൾ നടക്കുവാണ്. അപ്പം നിലങ്ക ആയതുകൊണ്ട് നിള എന്ന് വിളിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു കുട്ടിപ്പേര് പോലെ കുറച്ചുകൂടെ നമുക്കൊരു കൗതുകമുള്ള പേര് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നിലങ്ക നീരജ്. അല്ലല്ല നുന്നു അങ്ങനെ എന്തോ, ഞാൻ അങ്ങനെ എന്തോ വിളിക്കാമെന്ന് പറഞ്ഞു. നുന്നു അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രമേ ഇവിടെ ഇത് വിളിച്ചു തുടങ്ങുന്നു. ആരും ബാക്കിയെല്ലാവരും വാവേ മോളെ, ലൈക്ക് 1 വയസ്സ് പോലും ആയിട്ടില്ല കേട്ടോ. അപ്പം ഇവളിത് ഞാൻ അവളെ വിളിക്കുന്നത് ഇവള് എന്നെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവൾ എന്നെ കാണുമ്പോൾ അത് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ആൻഡ് ഷീ മോഡിഫൈഡ് ഇറ്റ് ആസ് നുന്ന. ഞാൻ നുന്നു എന്നൊക്കെ വിളിച്ചു തുടങ്ങിയ അവള് അത് ഇങ്ങോട്ട് വിളിച്ച് നുന്ന നുന്ന. അങ്ങനെ എൻ്റെ പേര് നുന്നയായി. അച്ഛനല്ല നുന്നയായി. ഞാൻ ഓർത്തപ്പം കൊള്ളാം, ഈ അച്ഛന്ന് വിളിക്കുമ്പോൾ ഒരു തന്ത വൈബ് ഫീൽ ചെയ്യുമല്ലോ. ഇതാവുമ്പോ അത് ജെൻ ആൽഫ ഡാഡ്. അതായത് അവള് പറയും അച്ഛനാണ് പക്ഷെ നുന്നാന്ന് വിളിക്കാതെ. ഇപ്പൊ ഷീ നോസ് നൗ. ബട്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ നല്ല കൗതുകമുള്ളൊരു വിളി. അതായത് പെട്ടെന്ന് മറ്റേ തന്ത അടിക്കുന്നുമില്ല. ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മ പക്ഷെ എനിക്കിങ്ങനെ ഒരു പേര് ദീപ്തിക്ക്. അപ്പോൾ ദീപ്തി അമ്മ തന്നെയാ. ഇതെനിക്ക് അങ്ങോട്ട് ഞാനത് അങ്ങോട്ട് എംബ്രേസ് ചെയ്തു. ദെൻ ഷീ സ്റ്റാർട്ടഡ് കോളിങ് മീ ദാറ്റ് ഓൺലി. അപ്പം വേണ്ട അച്ഛാന്ന് എനിക്ക് അങ്ങോട്ട് ഇപ്പോഴും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അച്ഛാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ആരാ നോക്കും ഞാൻ. ഇതൊരു ഫ്രണ്ടിനെ വിളിക്കുന്ന പോലെ. ഫ്രണ്ട് ആണല്ലോ. അങ്ങനെ അവളെ നിങ്കുന്നും നിങ്കു നീരജ് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ ആണ് അത് പറയുന്നത്. നിങ്കു. മീ ആദ്യത്തെ പെൺകുട്ടിയല്ലേ വീട്ടില്? നിങ്ങളുടെ വീട്ടിൽ നിറച്ച ആമ്പിളര് വന്നിട്ട് അതുവരെ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം ഒറ്റയടിക്ക് ഫുൾ ആ വഴിക്ക് പോയോ? അത് എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കും അതേപോലെ ദീപ്തിക്കും പെൺകുട്ടിയാണ് വേണ്ടിയിരുന്നത്. ദീപ്തി യൂസ് ടു കോൺസ്റ്റന്റ്ലി ടെൽ മീ എനിക്കൊരു ഇങ്ങനെ ഒരുക്കി നടത്താനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പെൺകുട്ടി വന്നാൽ. അപ്പം അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ അമ്മ ഞങ്ങൾ 2 ബോയ്സ് ആണല്ലോ. അപ്പം അമ്മയ്ക്ക് ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും. അപ്പം ഈ പെൺകുട്ടികളെ നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ്, കുറേ പരിപാടികളുണ്ടല്ലോ. അവരെ പെൺകുട്ടികളുള്ളവരുടെ അഹങ്കാരം ആൺകുട്ടികളുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശരിയാണ്. അപ്പം പിന്നെ ഞാനൊരു ഈ പറയുന്ന ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തുള്ള നിനക്ക് പെൺകുട്ടി തന്നെ വരണം എന്നാലേ നീ നന്നാവുള്ളൂ. പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡാഡി ഡോട്ടർ ഇക്വേഷൻ, അത് വേറൊരു പരിപാടിയാണ്. അപ്പം മോസ്റ്റ്ലി വീട്ടിൽ അധികം ഉണ്ടാകുന്നത് ദീപ്തിയാണ്, അവളാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കിടന്നുറങ്ങുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ വേറൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടത് ആ പ്രോസസ്സ് ഞാൻ മോസ്റ്റ്ലി പ്രസൻ്റ് ആകാൻ ശ്രമിക്കുന്ന ഒരു ഡാഡാണ്. എന്ന് വെച്ചാൽ ഞാൻ ഐ ട്രൈ ടു ബി ഇൻവോൾവ്ഡ്. ഞാനത് ആ പ്രോസസ്സ് ആസ്വദിക്കുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് ബട്ട് ആ ഇൻട്രാക്ഷൻസ് ഭയങ്കര രസമാണ്. ഇനി ഈ പറഞ്ഞ പോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ളത് നീരജിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഷൂസ്, ഔട്ട്ഫിറ്റ്സ് എല്ലാം ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും. കളക്ഷൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ കാറാണെങ്കിലും അതിൻ്റെ കളറ് നീരജിൻ്റെ കാറെന്ന് പറഞ്ഞ് ഞാൻ കണ്ടപ്പോൾ തന്നെ ഐ ലവ്ഡ് ഇറ്റ്. കാരണം ഇറ്റ്സ് ഒരു മാറി നിൽക്കുന്ന ഈ സ്റ്റൈൽ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് വരാറുള്ളത്. ബ്രാൻഡ്സിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങിയൊരു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഞങ്ങൾ കോഴിക്കോട് ഹാസ് എ ഫാഷൻ കൾച്ചർ. നമ്മുടെ പഴയ SM സ്ട്രീറ്റ്, കോട്ട് റോഡ്, അവിടെയൊക്കെ ഈ എക്സ്പോർട്ട് ക്ലോത്ത്സും
എന്താ പറയുക, ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ പണ്ട് മുതലേ നമ്മൾ ഈവൻ ഫസ്റ്റ് കോപ്പീസ് വരെ ആയിരുന്നിരിക്കാം, പക്ഷേ ഈ DNG, കോൺവേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം അവിടെ കാണുന്നത്. അപ്പം ഒരു ഫാഷൻ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് പിള്ളേർ പണ്ട് നമ്മൾ 90s മുതൽ തന്നെ അവിടെ ഈ ഇപ്പോഴാണ് ഈ ചൈനയിൽ നിന്നൊക്കെയുള്ള എക്സ്പോർട്ട് ഒക്കെ വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ബാങ്കോക്കിലും അതിന് മുന്നേ ഐ ഡോണ്ട് നോ വെർ എക്സാക്ട്ലി ഇറ്റ് കെയിം ഫ്രം, ബട്ട് ദർ ഈസ് എ കൾച്ചർ. അപ്പോൾ അന്ന് മുതൽ നമ്മൾ കോഴിക്കോട് ചുള്ളൻ ചെക്കന്മാർ നമ്മുടെ അവിടുത്തെ കുറേ ഫേമസ് ഹാങ് ഔട്ട് സ്പോട്ട്സും ചില സലൂൺസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും ഫുൾ ഡ്രിപ്പാണ്, ഫുൾ സ്റ്റൈലിലാണ്. അപ്പോൾ അത് നമ്മൾ എവിടുന്നോ നമ്മളത് ആ മലബാറിൻ്റെ ഒരു പരിപാടി ആയിരിക്കാം. ഇനി അത് പിടിക്കാൻ ഓർഗാനിക്കിൽ ഞാനിപ്പോൾ അതിന് ശേഷം കോളേജിൽ പഠിച്ചു തുടങ്ങിയപ്പോഴും അവിടെ പോയിട്ട് ഏറ്റവും ട്രെൻഡിലുള്ള സാധനങ്ങൾ മേടിച്ചിടുക. ആൻറ്റി ഫിറ്റ് ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. ബൂട്ട് കട്ടൊക്കെ കഴിഞ്ഞ് വന്ന് മറ്റേ ഈ ജീൻസിൽ യമഹ എന്നൊക്കെ വലിയ അതൊക്കെ 2009 10 കാലഘട്ടത്തിൽ ഭയങ്കര ട്രെൻഡായിട്ട് ഇറങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ പല പല ഫാഷൻസ്. അപ്പം ഓൾവേസ് വാണ്ടഡ് ടു ഓൾവേസ് ഹാഡ് എൻ ഐ ഫോർ ക്ലോതിങ് ആൻഡ് ലുക്കിംഗ് ഗുഡ്. അപ്പോൾ അത് നമ്മളുടെ ടേസ്റ്റ്സിലെല്ലാം വരുവാണ്. പിന്നെ പുതിയ പരിപാടി പിടിക്കുക, ഏറ്റവും പുതിയ ട്രെൻഡ് നമ്മളതിൽ ഉണ്ടാവണം എന്നുള്ള ഒരു പലപ്പോഴും പലതും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. നീരജൻ്റെ എസ്പെഷ്യലി ഈ പറഞ്ഞ ഈ ഡ്രസ്സിങ്ങിൻ്റെയും ഈ സ്റ്റൈലിൻ്റെ എല്ലാം കാര്യത്തിൽ വെച്ചിട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓ ഈസ് എ ജാഡ ബോയ്. നീരജ് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് 100%. സോ എൻ്റെ ചോദ്യം, എനിക്കിതിൻ്റെ ഉത്തരം അറിയാം, ബിക്കോസ് ഐ ഹവ് നോൺ യു ഇത്രയും വർഷം, യു ആർ മൈ ഫ്രണ്ട്. അപ്പം ആ യു എ ജാഡ ബോയ് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അത് ഇറ്റ്സ് ഫോർ പീപ്പിൾ ടു ഇൻ്റർപ്രറ്റ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന് ജാടയായിട്ടാണോ ആൾക്കാർക്ക് ഐ എം ജസ്റ്റ് ഐ എം എ വെരി എന്താ പറയുക സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം എന്താ പറയുക എളിമയോടുകൂടി പെരുമാറണം എന്നൊക്കെ പറയുന്ന ഒരു എന്തായാലും പറയുക ഒരു നാട്ടുനടപ്പ് അല്ലേ. അപ്പം ഈ നാട്ടുനടപ്പ് പ്രകാരം ആളുകൾക്ക് ഇഷ്ടം എപ്പോഴും വളരെ സിമ്പിളായി നടക്കുന്ന, വളരെ സോഫ്റ്റ് സ്പോക്കണായി ചമ്മലും ജാള്യതയും നാണമൊക്കെ കാണിച്ച് നിൽക്കുന്ന ആളുകളോടാണ് അവരോടൊരു എന്തോ ഒരു സാധനമുണ്ട്. അത് പക്ഷേ അത് എല്ലാവരും ചെയ്യുന്നത് ജെന്യുവനായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പല സ്ഥലത്തും പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മളൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് മുൻനിരയിൽ എത്തണമെങ്കിൽ you cannot excel with all these qualities. You have to be competitive, smart, intelligent, well spoken, well presentable. അപ്പം പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മുന്നേറി നിൽക്കുന്ന ഒരാൾ ശരിക്കും ഇത്രയും നാണവും ചമ്മലുള്ള ആളായിരിക്കുമോ? ആയിരിക്കില്ല. സോ ലോട്ട് ഓഫ് ദം ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് ടു ബി ദാറ്റ്. ഈ ഇൻഡസ്ട്രിയിൽ നീരജ് എവിടെയാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നതായിട്ട് തോന്നുന്ന ഒരു സ്പേസ് ഏതാണ്? ഇതുവരെ എനിക്ക് ആ സ്പേസ് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ എനിക്ക് ഈ ലേബിളിങ്, ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ അത് ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ആളാണ്. ഞാൻ തുടങ്ങിയത് കോമഡിയിലാണ്. പിന്നെ ആ കോമഡി പൊളിച്ച് ക്യാരക്ടർ റോളുകളിലേക്ക് എത്തുക, അത് ഞാൻ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നത്. അപ്പം ഐ ഫീൽ ഞാൻ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളും അല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളും അല്ല. അപ്പം മ്യൂസിക് എന്ന് പറയുന്നത് ഇസ് ഔട്ട്സൈഡ് ദ സിനിമ ഇൻഡസ്ട്രി, ദ ഹോൾ ഇൻഡി മ്യൂസിക് ഓർ നോൺ ഫിലിം മ്യൂസിക് ടു ബി മോർ ആക്യുറേറ്റ്. നോൺ ഫിലിം മ്യൂസിക് സിനിമ ഇൻഡസ്ട്രിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, ലൈവ് എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഇൻഡസ്ട്രിയിൽ എൻ്റെ സ്ഥാനം എന്താണ് എന്ന് ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട്, ബിക്കോസ് ഐ വർക്ക്ഡ് ഇൻ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്. ഇടയിൽ ഹിന്ദിയിൽ പോയി, തമിഴിൽ പോയി. എന്നെ സംബന്ധിച്ച് ഐ വാസ് ജസ്റ്റ് വെഞ്ചറിങ് ഔട്ട് ആൻഡ് ഫൈൻഡിങ് ന്യൂ തിങ്സ് ടു ഡു. കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിലായിരിക്കാം ഒരു കാൽക്കുലേറ്റഡായി ഇതിനകത്ത് ഇൻഡസ്ട്രിയിലൊരു സ്ഥാനം, ഇതിനകത്തൊരു ബാങ്കബിൾ ആക്ടർ ആവുക, ഒരു സിനിമയുടെ ഫേസ് ആവുക, അതിനകത്ത് ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെപ്പറ്റി അതുവരെ ഐ വാസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫോളോയിങ് മൈ ആർട്ടിസ്ട്രി.
ഓക്കെ ഡാൻസ് ചെയ്യുന്നു, ഡാൻസ് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ വേറെ പരിപാടികൾ പിടിക്കുന്നു, അത് കഴിയുമ്പോഴേക്കും വേറെ ഭാഷകൾ ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഓക്കെ കോവിഡായി, ഓക്കെ പാട്ടുണ്ടാക്കുന്നു. Keep creating, keep doing new things, venturing out. ഇതിന്റെ കൂടെ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. സോ ഞാൻ പറയാം, അന്നൊന്നും എനിക്കൊരു പ്ലാൻ ഇല്ല. ഞാൻ എൻ്റെ ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പുറത്ത് ഇങ്ങനെ പോവാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതിനേക്കാൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മടുക്കുമ്പോൾ അടുത്ത പരിപാടി പിടിക്കുകയാണ്. ഇപ്പം അജുവേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അജുവേട്ടൻ എൻ്റെ ടോളറൻസ് പോയിന്റ് കുറേ കൂടെ വലുതായിരുന്നു. അജുവേട്ടൻ കുറേ കഴിഞ്ഞിട്ടാണ് കോമഡി മാറ്റി ചിന്തിക്കുന്നത്. KCF ഒക്കെ എത്തിയപ്പോഴേക്കും, കേരള എനിക്ക് 2015 എന്നെ സാച്ചുറേഷൻ എത്തി, ഞാൻ അടുത്ത പരിപാടിയിലോട്ട്. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ഗ്രോ ചെയ്യുക എന്നുള്ളൊരു ഒറ്റ എൻ്റെ ക്രാഫ്റ്റ് പോളിഷ് ചെയ്യുക, എൻ്റെ ആർട്ടിസ്ട്രി ഫോക്കസ് ചെയ്യുക, ദാറ്റ്സ് ഓൾ വാട്ട് ഐ കെയർഡ് അബൌട്ട്. അപ്പോൾ അവിടെ നിന്ന് പുതിയ പുതിയ എക്സൈറ്റ്മെൻറ്റുകളുള്ള തലങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് ജേർണി ആയിരുന്നില്ല അത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഇത് കൺസ്ട്രക്ട് ചെയ്ത് എവിടെ വരെ എത്തി? എന്താണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ? ഒറ്റ 2 വാക്കിൽ പറഞ്ഞാൽ കല്യാണം, പാലുകാച്ചൽ, കല്യാണം. ബിക്കോസ് ബേസിക്കലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥ. ഞാനൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യം, വീണ്ടും നമുക്ക് അതേപോലൊരു സിറ്റുവേഷനിൽ അതുപോലൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രണയവും, മലയാളികളുടെ ഭയങ്കര വലിയൊരു ഒബ്സഷനാണ് സ്വന്തമായിട്ട് വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. പ്ലസ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഡ്രാമ എന്നുള്ള രീതിയിലുള്ളൊരു ജോണ്ടറിലും കൂടിയാണ് ഇത് പെടുന്നത്. അപ്പം പുതിയ ജനറേഷൻ അവരുടെ വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പം, അവരുടെ ഒരു ഡേറ്റിംഗ് സങ്കല്പം, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ടോക്സിക് പാരൻറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. മനസ്സിലാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാരൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത ഇടയിൽ നിൽക്കുന്ന വസന്തം ആയിട്ടുള്ള ക്യാരക്ടേഴ്സുണ്ട്. അങ്ങനെ ഭയങ്കര റിലേറ്റബിളായ വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഹുക്ഡ് ആൻഡ് ഐ ഡിസൈഡഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. കൂടുതൽ മലയാള സിനിമകളിൽ താങ്കളുടെ മുഖം കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വളരെ കുറവാണ്. ഹിന്ദിയിലോട്ടും തമിഴിലോട്ടും ഒക്കെ ആയിട്ട് താങ്കൾ ചുവടുമാറുന്ന കഥകൾ ചുറ്റുമുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇനിയിപ്പോൾ നാട്ടിൽ കാണും കുറച്ചാണ്. ഇനി മലയാള സിനിമകൾ ആരും വിചാരിക്കേണ്ട ഞാൻ ബോംബെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ് പരത്തുന്നതാണ് അതൊക്കെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഐ വിൽ ബി ഡൂയിങ് മോർ മലയാളം സിനിമ ഇൻ ദിസ് കമ്മിങ് ഇയേഴ്സ്. എൻ്റെ തന്നെ 1-2 പ്രൊജക്റ്റുകൾ, നമ്മൾ കോറൈറ്റ് ചെയ്യുന്ന 1-2 പ്രൊജക്റ്റുകളും പണിപ്പുരയിലാണ്. You will see more of me in Malayalam very soon. That's what we want. Okay, അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണാനിട വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഫെബ്രുവരി 28 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാവുകയാണ്. ഐ തിങ്ക് യു വിൽ ലൈക്ക് ദിസ് ബിക്കോസ് നിങ്ങൾക്കൊക്കെ അറിയുന്ന കഥാപാത്രങ്ങൾ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. അജുവേട്ടൻ്റെ പപ്പനാവട്ടെ, ഗൗരി എന്ന് പറഞ്ഞ കഥാപാത്രമാവട്ടെ, വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. വിഷ്ണു രാഘവാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, വാശിയുടെ സംവിധായകൻ. ഇറ്റ്സ് റിട്ടൺ ഇറ്റ് സോ വെരി വെൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെയും കുറച്ച് കാലത്തിന് ശേഷം നിങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന അടുത്ത വീട്ടിലെ പയ്യൻ പരിപാടിയാണ് ഇതിനകത്ത് വരുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.